ഇപ്പോൾ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതിൻ്റെ പല സംഘാടനങ്ങളിലൂടെ ത്രൂ ഡിഫറെൻ്റ് ഓർഗനൈസേഷണൽ സെറ്റപ്പ് പഠനത്തെ സ്മാർട്ടാക്കിയിരിക്കുകയാണ്. സ്മാർട്ടാക്കിയിട്ടുള്ള ഈ പഠനത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കാം. ജോയിൻ വിത്ത് UGC ലേണേഴ്സ് ഐഡിയാസ്, ആ ഒരു പുതിയ ഒരു പങ്ക്തിയാണ് ഇന്ന് മുതൽ നമ്മൾ ഈ ഒരു എംനോട്ട്സ് പരമ്പരയിൽ നമുക്ക് പങ്കെടുക്കാനുള്ളത്. ജോയിൻ വിത്ത് UGC, താങ്കൾ UGCയുമായി പങ്കാളിയാകൂ. ലേണിംഗ് ഐഡിയാസ് ആണ്, UGCയുടെ ലേണിംഗ് ഐഡിയാസ് ആണ് താങ്കൾക്ക് നൽകുന്നത്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ജോയിൻ വിത്ത് UGC ലേണിംഗ് ഐഡിയാസ്. പുതിയ പഠനതന്ത്രം, UGCയുടെ പുതിയ പഠനതന്ത്രവുമായി നമുക്ക് പങ്കാളികളാകാം, നമുക്ക് ജോയിൻ ചെയ്യാം, നമുക്ക് സ്മാർട്ടായി പഠിക്കാം. അപ്പൊ സ്മാർട്ടായി പഠിക്കുന്ന താങ്കൾ, പഠിക്കാൻ ഒരുങ്ങുന്ന താങ്കൾ, ഇപ്പോൾ ഇഗ്നോയിലെ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, മറ്റൊരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ള സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, താങ്കൾക്ക് രസകരമായ 5 സംഗതികൾ എനിക്ക് താങ്കളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ആ രസകരമായ 5 കാര്യം എന്നുള്ളത് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ 5 കാര്യത്തെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5Gയെ പറ്റി ഞാൻ താങ്കളെ ആദ്യം ഉത്ബോധിപ്പിക്കാം. ഉത്ബോധനം തന്നെയാണ്. ലേണിംഗ് സ്ട്രാറ്റജീസ് എൻറ്റയർലി ഡിഫർ നവഡേയ്സ്. വളരെ രസകരമാണ്. സത്യത്തിൽ ഞാൻ കൊതിച്ചു പോവുകയാണ്. ഇനി ഒരു ബാല്യം കിട്ടുമോ, ഇനി ഒരു യൗവനം കിട്ടുമോ? ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിലേക്ക്, പ്രചോദനപരമായ ഈ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്ന് ഇനിയും ഈ ലോകത്തോട് ഒരുപാട് ചെയ്യാം എന്നുള്ള ഒരു ആവേശം മനസ്സിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് തുള്ളിച്ചാടി വരികയാണ്. വില്യം വേർഡ്സ്വർത്ത് പ്രകൃതിയോട് ഞാൻ മിങ്കിൾ ചെയ്യുകയാണ് എന്ന് ഉരുണ്ട് പിരണ്ട് കളിച്ച് പറഞ്ഞിരുന്ന ആ രംഗം എൻ്റെ മുമ്പിൽ മനോഹരമായി ഓടി വരികയാണ്. ഇപ്പോൾ എന്തൊക്കെ രസമാണ്. 5th generation ലേണിംഗ് സ്ട്രാറ്റജീസ്, കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ള മേഖലയിൽ നിന്നെല്ലാം വന്ന് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ള മേഖലയിൽ നിന്ന് ഇപ്പോൾ വന്ന് ഡിജിറ്റൽ ലേണിംഗ് എന്നുള്ള 5th ജനറേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ ലേണിംഗ്, ഡിജിറ്റൽ ബുക്സ്, ഡിജിറ്റൽ വേൾഡ്, ഡിജിറ്റൽ ഈ ലേണിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റീസ്. ആദരണീയനായ പ്രധാനമന്ത്രി, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞു, ഉടൻ തന്നെ ഇന്ത്യയിൽ, ലോകത്തിന് കരുത്തായ ഇന്ത്യയിൽ ഉടനെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റീസ് വരാൻ പോകുന്നു. എനിക്ക് 100 വട്ടം ഉറപ്പുണ്ട് അതിൻ്റെ നേതൃസ്ഥാനം തീർച്ചയായും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മാത്രമായിരിക്കും. ഒരു സംശയവും വേണ്ട. നമുക്ക് കുറച്ച് ഈ 5th ജേണിയിലേക്ക്, 5th ലേണിംഗ് ജേണിയിലേക്ക് UGCയുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ 5 കാര്യങ്ങൾ ഓർക്കുക. വിച്ച് ഈസ് നമ്പർ 1, വിച്ച് ഈസ് വെരി സിമ്പിൾ. സിമ്പിളാണ്. 5S ആണ് എനിക്ക് താങ്കളുമായി പറയാനുള്ളത്. 5S. ഒന്ന്, വെരി സിമ്പിളാണ്. എത്രത്തോളം സിമ്പിൾ എന്ന് നമ്മൾ കണ്ടറിയാം. നമ്പർ 2, വി വാണ്ട് ടു സെർച്ച്. നമ്മൾ തെരഞ്ഞു പോകണം. താങ്കളുടെ അടുത്തേക്ക് ഒരിക്കലും ഇത് വരില്ല. ഇത് 5G ലോകത്താണ്. നമ്മൾ കൗതുകത്തോടുകൂടി, ഔത്സുക്യത്തോടുകൂടി തുറന്ന് നമ്മൾ പോകണം. എവിടേക്ക് പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം രണ്ടാമത്തെ എൻ്റെ പോയിന്റ് സെർച്ച് ആണ്. സെർച്ച് ചെയ്താൽ നമ്മളുടെ മുമ്പിൽ ഒരുപാട് സംഗതികൾ വരികയായി, ഒരുപാട് ഓപ്ഷൻസ് വന്നു. ഒരു ക്ലിക്കിൽ, ഒരൊറ്റ ക്ലിക്കിൽ ലക്ഷക്കണക്കിന് ആർട്ടിക്കിൾ നമ്മളുടെ മുമ്പിൽ വന്നു. അതിൽ നിന്ന് തന്ത്രപരമായി, ബുദ്ധിപരമായി, താങ്കൾ ഒരു ബുദ്ധിമാനാണ്, താങ്കൾ ഒരു ബുദ്ധിമതിയായ സ്ത്രീയാണ്, ഓക്കെ, താങ്കൾ ഒരു അമ്മയാണ്, താങ്കൾ ഒരു മകളാണ്, ഒരു മകനാണ്, താങ്കൾ ബുദ്ധിമാനാണ്. അതാണ് എനിക്ക് അതിനേക്കാൾ ഉപരി പറയാനുള്ളത്. ആ ബുദ്ധിമാനായ താങ്കൾ മനോഹരമായി സെർച്ച് ചെയ്യണം. അത് താങ്കളുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. അപ്പൊ മൂന്നാമത്തേത്, നമ്മൾ ഈ സെർച്ച് ചെയ്തതിൽ നിന്ന് മനോഹരമായി സെലക്ട് ചെയ്യണം. ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യണം. നാലാമത്തെ സംഗതി, ആ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഷുവറായി താങ്കൾ ഉദ്ദേശിക്കുന്ന സംഗതികൾ താങ്കൾക്ക് കിട്ടും എന്ന് ഞാൻ അഷ്വർ ചെയ്യുകയാണ് ഈ 5th G ലേണിംഗ് സ്ട്രാറ്റജീസിൽ. നാലാമത്തത്, ഐ ഗിവിംഗ് ദ ഗ്രേറ്റ് ഷുവർട്ടി ടു യു.
Sure you will get. That is the surety. Sure you will get what you are searching. നിങ്ങളുടെ സെർച്ചിനനുസരിച്ചുള്ള ഷുവർ ആയിട്ടുള്ള ഇൻഫർമേഷൻ താങ്കളുടെ കൈകളിലേക്ക് വരും. മാത്രമല്ല ബി, ഫിഫ്ത്ത് എസ്, സെക്യൂർ. താങ്കൾ സെക്യൂർ ആണ് എന്നുള്ള ബോധ്യവും കൂടി താങ്കൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നാട്ടിൽ ഈ പേരിൽ വ്യാജന്മാർ ഒരുപാട് ഉണ്ട്. മിനിറ്റ് സെക്കൻഡ് കൊണ്ട് കാശ് അടിച്ചു മാറ്റുന്ന വില്ലന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് സമയം, മറ്റൊന്ന് പണം. ആ പണം തട്ടിയെടുക്കാനുള്ള ഒരുപാട് പേരുണ്ട്. സോ ഈ 5th ജനറേഷൻ ലേണിംഗ് സ്ട്രാറ്റജിയിൽ എനിക്ക് താങ്കളുമായി പങ്കുവെക്കാനുള്ളത്, വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, യെസ്, let us join with the UGC learning ideas. We can നമുക്ക് സ്മാർട്ടായി പഠിക്കാം. ഈ സ്മാർട്ടായി പഠിക്കാനുള്ള 5G അഥവാ 5th ജനറേഷൻ ലേണിംഗ് സ്ട്രാറ്റജിയിൽ നമ്പർ 1 അത് സിമ്പിൾ ആണ്. നമ്പർ 2 we want to search. നമ്പർ 3 we want to select. നമ്പർ 4 sure you will get. നമ്പർ 5 the content is secure ആയിട്ടായിരിക്കും താങ്കളുടെ കൈകളിലേക്ക് എത്തുക. എന്താണ് ഈ എത്തുന്നത്, എന്താണ് ഈ കാണുന്നത്, എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ എന്നുള്ളത് വളരെ സിമ്പിളായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. വളരെ സിമ്പിളായി മനസ്സിലാക്കാം. ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്, അധികം ഒന്നും ചെയ്യുന്നില്ല. UGC, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് UGC എന്ന് മാത്രം ടൈപ്പ് ചെയ്യുമ്പോൾ UGC.ac.in വന്നു. വെൽക്കം ടു UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ന്യൂഡൽഹി, ഇന്ത്യ. ഞാനത് ക്ലിക്ക് ചെയ്തു. വളരെ സിമ്പിൾ. കുറച്ച് സമയമെടുത്തോട്ടെ. വളരെ നാമമാത്രമായ സമയത്ത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, നമ്മൾ ഇപ്പോൾ ഭാരത സർക്കാരിൻ്റെ നമ്മുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന്റെ ചുവട്ടിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഫോർ ആൾ എന്നുള്ള ലിങ്കിലേക്ക് ആദ്യമേ നമ്മൾ സെക്യൂർ ആകാൻ വേണ്ടി സിമ്പിളായി ഒരു സെർച്ച് നടത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഞാൻ ഒന്നേ ചെയ്തുള്ളൂ, UGC എന്ന് മാത്രമേ ടൈപ്പ് ചെയ്തുള്ളൂ. നമുക്ക് https www.ugc.ac.in നമുക്ക് കിട്ടി. ഇതൊരു വല്ലാത്ത സാഗരമാണ്. പക്ഷെ അന്താളിപ്പ് നിങ്ങൾക്ക് വേണ്ട. നമ്മൾ കൃത്യമായി വളരെ ആഴത്തിൽ സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്തിൽ പോയി കൃത്യമായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ താഴെ താങ്കൾക്ക് ഒരു പുതിയ ലോകം തന്നെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഒരു പുതിയ ലോകം താങ്കൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പരാതികൾക്ക് വിട. എനിക്ക് ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽസ് തന്നില്ല, ഞാൻ പഠിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, പുസ്തകം വളരെ കൂടുതലാണ്, പുസ്തകം വളരെ ഭാരമേറിയതാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, യൂണിവേഴ്സിറ്റി തരുന്നില്ല, ഞാൻ മിടുക്കൻ മറ്റുള്ളവർ മോശം, ആ ഒരു അർത്ഥത്തിലുള്ള നമ്മുടെ വർത്തമാനങ്ങൾക്കെല്ലാം വിട. മറിച്ച് UGC മൂക്സിൻ്റെ എ വിർച്വൽ ഓഫ് സ്വയം എന്നുള്ള UGC മൂക്ക് ക്ലാസ്സുകളിലേക്ക് നമുക്ക് മനോഹരമായി കടന്നു ചെല്ലാം. വി വാണ്ട് ടു again and again I am saying, first upon you type UGC, simply UGC. We want to search and we want to select. Sure we will get what we are getting here. Surely we get UGC MOOCs, a vertical of Swayam UGC MOOCs. അതിലൂടെ നമുക്ക് മനോഹരമായി പോയാൽ സെക്യൂർ ആയിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ കൈകളിൽ വരുന്നത്. നോക്കൂ, UGC MOOCs, a vertical of Swayam. UGC MOOCs courses archives. Swayam is an instrument for self-actualization. സ്വപൂർത്തീകരണത്തിന്, താങ്കളിലെ ഒരു പൂർത്തീകരണത്തിന്, താങ്കളായി തീരാൻ, മറ്റാരെയും ആശ്രയിക്കാതെ, ഒരു ആശ്രിതൻ എന്നുള്ള നിലക്ക് നിൽക്കാതെ, ഒരു സ്വാംശീകരിച്ച എല്ലാം തികഞ്ഞ ഒരു വ്യക്തി, അങ്ങനെ ഒരു സ്വസമ്പുഷ്ടീകരണത്തിന്, സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയാണ് താങ്കൾക്ക് ഇത് ഉള്ളത്. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എ ലൈഫ് ലോങ് ലേണിംഗ്. L cubed. We want a lifelong learner. I proudly saying I am a lifelong learner. I belong L cubed. Lifelong learning strategy il vishwasikunnavananu njan. Here learner can choose from hundreds of courses. ആയിരക്കണക്കിന് കോഴ്സസ് താങ്കളുടെ മുമ്പിലുണ്ട്. താങ്കൾ ഏതാണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാം. ഇവിടെയും ഒരുപാട് താങ്കളെ കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇതിൻ്റെ താഴെയും ഒരുപാട് സംഗതികളുണ്ട്. നോക്കൂ, നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ്. ഇന്ത്യയിലെ
ഇത്തരത്തിലുള്ള മൂക്സ് പ്രോഗ്രാം നടത്തുന്നതിൻ്റെ നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ് UGC, അതുപോലെ തന്നെ കൺസോർഷ്യം ഓഫ് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻസ്, NPTEL, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി, ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി, NCERT, നാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ, നാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, പിന്നെ NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. താങ്കൾ ഇതിൻ്റെ അകത്തേക്ക് എവിടെയും പോകണ്ട, വളരെ മുകളിൽ തന്നെ UGC മൂക്സ് എ വെർട്ടിക്കൽ ഓഫ് സ്വയം എന്നുള്ളതിൻ്റെ മുകളിൽ ആർച്ചീവ്സ് എന്നുള്ള ലിങ്കിൽ താങ്കൾക്ക് ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞ 5th ജനറേഷനിലെ 5 യെസും നമുക്ക് സെക്യൂറായി കിട്ടുകയാണ്. സിമ്പിൾ പ്രോഗ്രാം. വി വാണ്ട് ടു സെർച്ച്, വി വാണ്ട് ടു സെലക്ട് ഇൻ പ്രോപ്പർ മാനർ ആൻഡ് ഷുവർ വി വിൽ ഗെറ്റ് ആൻഡ് ദോസ് ആർ സെക്യൂർഡ്. യെസ്, ഇവിടെ താങ്കൾ PG കോഴ്സ് ചെയ്യുന്ന 135 PG കോഴ്സിൻ്റെ ഡാറ്റ നമ്മളുടെ മുമ്പിൽ വരികയായി. കോടിക്കണക്കിലുള്ള ഡാറ്റകളാണ് താങ്കളുടെ മുമ്പിലേക്ക് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇപ്പോൾ സമർപ്പിക്കുന്നത്. നിങ്ങൾ ഞെട്ടരേണ്ട കാര്യമില്ല. നിങ്ങൾ ആഴത്തിൽ സെർച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ PG കോഴ്സസ് ആണോ ചെയ്യുന്നത്, UG കോഴ്സസ് ആണോ ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് നിങ്ങളുടെ ഡൈവേർഷൻസ് വരുന്നത്. ആഴത്തിൽ മനസ്സിലാക്കുക. സെക്യൂറായി, ഷുവറായി, മനോഹരമായി സെലക്ട് ചെയ്താലേ 5 യെസ്സുകളും നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. വി വാണ്ട് ടു സെക്യൂർ, വി വാണ്ട് ടു ഷുവർ, വി വാണ്ട് ടു സെലക്ട്, വി വാണ്ട് ടു സെർച്ച് ഇൻ സിമ്പിൾ മാനർ. സപ്പോസ് നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, UG പ്രോഗ്രാം ആണോ PG പ്രോഗ്രാം ആണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ആദ്യം നമുക്ക് തീരുമാനിക്കാം. സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ഒരു മാനേജ്മെന്റ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്, ഒരു PGയിലെ MCOM ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള ഒരു ലിങ്കിലേക്ക് നമുക്ക് പോകാം. ബിസിനസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അവിടെ പോയാൽ താങ്കൾക്ക് തിരഞ്ഞെടുക്കാനുള്ളത് ബിസിനസ് എൻവയോൺമെന്റിലെ കോൺസെപ്റ്റ്, സിഗ്നിഫിക്കൻസ്, നേച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് എൻവയോൺമെന്റ്, ഇന്റേണൽ, എക്സ്റ്റേണൽ, ചേഞ്ചിങ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, ടെക്നിക് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ്, മോണിറ്ററിംഗ്, സിഗ്നിഫിക്കൻസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് എൻവയോൺമെന്റ്. ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം. സപ്പോസ് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ് എന്നുള്ള M23 എന്നുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അവിടെ സെൽഫ് ലേണിംഗിന്റെ കണ്ടന്റ് നമ്മളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റും നമ്മളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ പാഠശാല ഇതൊരു പാഠശാലയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠശാലയാണ്. PG പ്രോഗ്രാമിന് ചെയ്യുന്ന ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളതിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ് എന്നുള്ള ഈ ഒരു ഇൻഫർമേഷൻ 9 പേജിലുള്ള മനോഹരമായ ഒരു മെറ്റീരിയൽ നമ്മളുടെ മുമ്പിൽ ലഭിക്കുകയായി. ടേബിൾ ഓഫ് കണ്ടൻസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ്, വളരെ ഫ്രീ ആയി നമുക്ക് ചെയ്യാവുന്ന സംഗതികളാണ് ഇതിൽ പൂർണ്ണമായി നമുക്ക് കിട്ടുന്നത്. എങ്ങനെയൊക്കെയാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, അതിലെ ഫാമിലിക്ക് സ്ഥാനം എന്ത്, റിലീജിയൻ, കണ്ടന്റിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഇത് ഒരുപാട് മേഖലയെ പറ്റി സ്പർശിക്കേണ്ട ഒരു സംഗതിയാണ്. സോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. സെൽഫ് ലേണിംഗ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് പോയാൽ ഇവിടെ ഇതാ സെൽഫ് ലേണിംഗിലെ നമുക്ക് പാഠശാലയിലെ MHRDയുടെ ഒരു വീഡിയോ നമുക്ക് ലഭ്യമാണ്. നമുക്ക് ആ വീഡിയോ കാണാം, കേൾക്കാം. MHRD പ്രോജക്റ്റ് വളരെ മനോഹരമായ ഒരു പാഠശാലയിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. പ്രൊഡക്ഷൻ ഓഫ് കോഴ്സ് വെയർ, കണ്ടന്റ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, ബിസിനസ് എൻവയോൺമെന്റ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ് എന്നുള്ള രേഖയിലേക്ക് അതിന്റെ കണ്ടന്റ് ഞാൻ ഇത്തിരി ഓടിച്ചു വിടുകയാണ്, കാരണം ഒരുപാട് ഉള്ളത് കൊണ്ട്. ഇൻട്രൊഡക്ഷൻ. യെസ്. Social institutions can be defined as a well-established structured way of solving the problems of society and fulfilling the needs of society. In other words, a social institution is a set of organized beliefs, rules and practices that establish how a society will attempt to solve basic needs. Therefore, it is an approved system of values, norms and rules that exist to accomplish
specific societal മടി goals. ഒഴിവാക്കി പുതിയ ഒരു Social അന്വേഷണത്തിലേക്ക് institutions താങ്കൾ usually തയ്യാറാവുക. involve താങ്കൾക്ക് പഠിക്കാനുള്ള പുതിയ അവസരങ്ങൾ തുറന്നു social കിട്ടുന്നു. interaction നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് പോകാം. ബാക്ക് ടു reducing കോഴ്സസ്. the likelihood മറ്റു കോഴ്സസിലേക്ക് of നമുക്ക് random പോകണമെങ്കിൽ or വേറെ unpredictable ഏതെങ്കിലും കോഴ്സാണ് നമ്മൾ behavior തിരഞ്ഞെടുക്കുന്നതെങ്കിൽ by the വളരെ ആഴത്തിൽ social മനോഹരമായി institution സെർച്ച് can ചെയ്യേണ്ടതുണ്ട്. be defined വളരെ as ആഴത്തിൽ a വളരെ cluster of ചിട്ടയോടുകൂടി norms വേണം നമ്മൾ that കാര്യങ്ങൾ guide സെലക്ട് ചെയ്യാൻ social എന്നുള്ളത് interactions മനസ്സിലാക്കുക. towards ഓരോ the പ്രോഗ്രാമിനും fulfillment അതിൻ്റെതായിട്ടുള്ള of one ആശയങ്ങളും or more അതിൻ്റെതായിട്ടുള്ള of the basic ആഴവുമുണ്ട്. needs of society. ആഴത്തിൽ നമ്മൾ മുങ്ങിപ്പോകാതെ When these കാര്യഗൗരവത്തോടുകൂടി norms are കാര്യങ്ങൾ മനസ്സിലാക്കാൻ persons നമുക്ക് interact കഴിയേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് കോഴ്സസ് മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണ് എങ്കിൽ സപ്പോസ് ബേസിക് മാക്രോ എക്കണോമിക്സിനെ പറ്റി ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബേസിക് മാക്രോ എക്കണോമിക്സ്. യെസ്, അതിൽ ക്ലിക്ക് ചെയ്തു. സബ്ജക്റ്റ് ബേസിക് മാക്രോ എക്കണോമിക്സ്. ഡിഗ്രി, +2 ഡിഗ്രി, PG എല്ലാ ഏരിയയിലേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാക്രോ എക്കണോമിക്സ്, സ്കൂൾ ഓഫ് മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ്, നാഷണൽ ഇൻകം മെഷർമെൻറ്റ്, ക്ലാസിക്കൽ തിയറി ഓഫ് മണി മാർക്കറ്റ്, ഗൂഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, IS കർവ്, LM കർവ്, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സപ്പോസ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മളിപ്പോൾ ഒന്ന് നോക്കുന്നു എന്ന് കരുതുക. ഇൻട്രൊഡക്ഷനിൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് നമുക്കിവിടെ മനോഹരമായി സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ബേസിക് മാക്രോ എക്കണോമിക്സ്, ഇൻട്രൊഡക്ഷൻ, ഇഷ്യൂസ്, സ്റ്റഡീസ് ഇൻ മാക്രോ എക്കണോമിക്സ്, സ്കൂൾ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നുള്ളതിൽ നമുക്ക് ഈ പാഠശാലയിലെ സ്റ്റഡി മെറ്റീരിയൽ നമുക്കിവിടെ മനോഹരമായി ലഭ്യമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എല്ലാ മേഖലയും നമുക്ക് സ്പർശിക്കേണ്ടതുണ്ട്. സെൽഫ് ഈ ലേണിങ്ങിനെ പറ്റിയുള്ള നല്ല ക്ലാസുകൾ നമുക്ക് ലഭ്യമാണ്. ആ ക്ലാസുകൾ നമുക്ക് ശ്രമിക്കാം. As a result, increased demand for goods will raise the price without increasing its output. Thus, the infrastructure and technology that provides a boost to the economic growth, or is it something else? മിനിറ്റോളം ദൈർഘ്യമുള്ള ചില വീഡിയോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് പോകാം. ഇതിൽ നിന്ന് മാറി സപ്പോസ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ ഈ ടെക്സ്റ്റ് മെറ്റീരിയൽ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതുമായി ബന്ധപ്പെട്ട സെൽഫ് ലേണിംഗ് ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. ആ ക്ലാസ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. of inflation to increase. Hence, this argument is flawed. It is only if the expectations are unit elastic that the rate of inflation will be stable. Second is walking സബ്ജക്റ്റുകൾ inflation. ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചില സബ്ജക്റ്റുകൾ ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ എല്ലാം അങ്ങ് ഒന്നിച്ച് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ചില ബോറടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കുറച്ച് ആഴത്തിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് എല്ലാ സബ്ജക്റ്റും ഒന്ന് ടച്ച് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. ഒരു കാര്യം മാത്രം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വളരെ സ്മാർട്ടായി പഠിക്കുന്ന സ്മാർട്ട് ഫെലോസിന് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇനി എൻവയോൺമെന്റൽ ഒരു സയൻസ് കോഴ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. സപ്പോസ് സോഷ്യൽ സൈക്കോളജിയെ പറ്റി അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജിയെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. MA PC അതുപോലെ തന്നെ BA PC, BA സൈക്കോളജി, MA സൈക്കോളജിയിലെല്ലാം പഠിക്കാനുള്ള സോഷ്യൽ സൈക്കോളജി മാത്രമല്ല, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ സോഷ്യൽ സൈക്കോളജി എന്നുള്ള ബ്രാഞ്ചസ് ഉണ്ട്. ഗ്രോത്ത് ഓഫ് സോഷ്യൽ സൈക്കോളജി ആസ് എ മോഡേൺ ഡിസിപ്ലിൻ എന്നുള്ള ആശയത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഈ ടെക്സ്റ്റാണ് ഇപ്പോൾ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. സോഷ്യൽ സൈക്കോളജി പേപ്പർ നമ്പർ 7 എന്നുള്ള ഒരു ഈ ടെക്സ്റ്റ്. അതിൽ ഈ പാഠശാലയിലൂടെ നമുക്ക് സോഷ്യൽ സൈക്കോളജിയിലെ ക്ലാസ്സുകൾ വളരെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളിലെ ഒരു അന്വേഷണ കുതുകി, ഒരു അന്വേഷണ കൗതുകം മാത്രമേ ഇതിൽ വേണ്ടൂ എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് കുറച്ച് ക്ലാസ്സിലേക്ക് പോകാം. By each other. Social psychology seeks to study and understand the nature and causes of human behavior in social settings. Therefore, social psychology is a scientific discipline since it uses scientific methods of investigation in order to understand various social phenomena. The prime focus of social psychology is on people, and therefore majority of research studies conducted by social psychologists is on humans. Social psychology also studies people's thoughts,
and therefore employs the cognitive approach to understand social behavior. The feelings that people experience, ഓരോ സബ്ജക്റ്റിന്റെയും ആഴത്തിലേക്ക് നമുക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കുറച്ച് നിങ്ങൾക്കത് എങ്ങനെയാണ് എന്നുള്ള ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത്. വളരെ രസകരമായ നമുക്ക് സ്മാർട്ടായി പഠിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സംഗതി. പുസ്തകം കിട്ടിയില്ല എന്നുള്ള പരാതികൾക്ക് വിട. നമ്മുടെ മുമ്പിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആർട്ടിക്കിൾസ് ലഭ്യമാണ്. ആ ആർട്ടിക്കിൾസ് മനോഹരമായി നമ്മളുടെ മുമ്പിലേക്ക് വരാനുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറി ലോകത്തിലേക്ക്, 5th ജനറേഷനിലേക്ക്. ഞാൻ ഈ വീഡിയോയിലെ ആമുഖത്തിൽ പറഞ്ഞല്ലോ, എനിക്കും ഇനി ഒരു ബാല്യമുണ്ടെങ്കിൽ, എനിക്കും ഇനി ഒരു യൗവനമുണ്ടെങ്കിൽ എന്ത് രസകരമായിട്ട് എനിക്കും മനോഹരമായി മുന്നോട്ട് പോകാം. പക്ഷേ പഴയ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ രസങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ കാലഘട്ടത്തിലെ നിങ്ങളുടെ രസങ്ങൾ കുറച്ചെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മോട്ടിവേഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വളരെ രസകരമായ ഇത്തരത്തിലുള്ള പഠനാനുഭവങ്ങൾ. നമുക്ക് UG കോഴ്സസിലേക്ക് പോകാം. സപ്പോസ് ക്രിമിനൽ ലോ, LLB പഠിക്കുന്ന കുട്ടികൾക്ക് ക്രിമിനൽ ലോയുമായി ബന്ധപ്പെട്ട് 30 ആർട്ടിക്കിൾ ഇവിടെ ലഭ്യമാണ്. ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട് 25 ആർട്ടിക്കിൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസിനെ പറ്റിയുള്ള ഒരു 25 ആർട്ടിക്കിൾ, ചൈൽഡ് ഡെവലപ്മെന്റിനെ പറ്റി, അഗ്രികൾച്ചറൽ ബിസിനസ് മാനേജ്മെന്റ്, അഗ്രികൾച്ചറാണ്, ബിസിനസ്സാണ്, മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഓറിയന്റേഷൻസ് ഓഫ് മൊബിലിറ്റി, ലേണിംഗ്, ടീച്ചിങ് ആൻഡ് അസസ്മെന്റ് എന്നുള്ള ലെവലില്, നേച്ചർ ഓഫ് ലാംഗ്വേജ് എന്നുള്ള ലെവലിലേക്ക്, ഡാറ്റ മൈനിങ്, ഇത്തരത്തിലുള്ള ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണോ സെലക്ട് ചെയ്യേണ്ടത് ആ രൂപത്തിലേക്കുള്ള. ഇന്ന് ഒരു കുട്ടിയുമായുള്ള ഒരു സംവാദം, സാർ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസ് കിട്ടുന്നില്ലല്ലോ. നോക്കൂ, അഗ്രികൾച്ചറൽ ജിയോഗ്രഫിയിലെ 37 കണ്ടന്റാണ് നമുക്ക് UGയിൽ പഠിക്കാനുള്ളത്. ജിയോഗ്രഫിക്കും ജിയോളജിക്കും പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ആദ്യമേ ഔട്ട്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ ജിയോഗ്രഫി എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഔട്ട്ലൈൻ ഓഫ് ജിയോഗ്രഫി ആദ്യം നമുക്കൊരു ടെക്സ്റ്റ് നമുക്കൊന്ന് കിട്ടുന്നു. ഔട്ട്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ ജിയോഗ്രഫി ബൈ പ്രൊഫസർ A. ബാലസുബ്രഹ്മണ്യൻ അവരുടെ ഒരു ഇൻട്രഡക്ഷനോടുകൂടി നമുക്ക് കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. നമ്മൾ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു. അത്ര സമയമൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ മെറ്റീരിയൽ നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മുടെ PC-യിലോ ഡൗൺലോഡായി. നിങ്ങൾക്ക് ഒരു 2 ദിവസം 5 ദിവസം ഇതിനു വേണ്ടി മാത്രം സമയം കണ്ടെത്തുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് കണ്ടെത്തുക. അടുത്ത ഒരു 5 ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണോ മെറ്റീരിയൽസ് വേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ, നമുക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പുസ്തകം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു കൂമമണ്ടൂക ബുദ്ധിയാണ്, കിണറ്റിലെ തവളയുടെ ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പഴഞ്ചൻ കാലത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ന്യൂ ജനറേഷൻ ഈ ലേണിങ്ങിലാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അഗ്രികൾച്ചറൽ ജിയോഗ്രഫിക്ക്, ഔട്ട്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ ജിയോഗ്രഫിയെ പറ്റി ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നമുക്കൊന്ന് കേൾക്കാം. Human civilization began to grow with agriculture, adventure, sports activities, exploration and entertainment. People relied on hunting and gathering to obtain food supplies. When our nomadic ancestors began to settle and grow their own food, human society got changed forever. നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. പക്ഷെ അനാവശ്യമായ സമയം നമ്മൾ ചെലവഴിക്കുന്നു. ഇത് കണ്ടില്ല, ജീവിതം നേർക്ക് പച്ചയായ ഉള്ള ഒരു ജീവിതമാണ്. പച്ചയായ നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ കാണുന്ന കൊയ്ത്തും അതുപോലെ തന്നെ മൃഗങ്ങൾ സംരക്ഷണം, മൃഗങ്ങൾ വളർത്തല്, അതുപോലെ കൃഷിയും സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വൈറ്റ് കോളർ ജോബൊക്കെ തൽക്കാലം അവിടെ മാറ്റിവെച്ച് നേരിട്ട് ഈ കൊറോണ COVID-19 കാലഘട്ടം നമ്മെ പഠിപ്പിച്ചത് എല്ലാവരും വീട്ടിൽ അടഞ്ഞിരുന്നപ്പോഴും പാവം ഇവരെല്ലാം കൃഷി ചെയ്ത് നമുക്ക് ഉള്ള അന്നം എത്തിച്ചില്ലേ. നമ്മുടെ വീടുകളിലെ കൃത്യമായി വോളണ്ടിയർമാർ, നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരടക്കം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന നമുക്ക്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വന്ന് കേരളം ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ ഇവരുടെ ഈ അധ്വാനത്തിന്റെ ഈ വിയർപ്പിന്റെ ഫലം നമുക്ക് ലഭിച്ചത് നമ്മൾ ഓർക്കുന്നു. ചുരുക്കത്തിൽ വൈറ്റ് കോളർ ജോബ് എല്ലാം നമുക്ക് മാറ്റി
മാറ്റിവെച്ച് vital source of നമ്മളുടെ income വീടുകളിൽ 10 for every സെന്റോ 5 nation സെന്റോ that 15 exists സെന്റോ on 1 this ഏക്കറോ globe. എത്രയാണോ ഉള്ളത് നമുക്ക് About അനുസരിച്ചിട്ടുള്ള 45% of the ഇതെല്ലാം world's കാശ് population കൊടുക്കാതെ makes പഠിക്കാനുള്ള their living ഏറ്റവും through പുതിയ agriculture. നൂതനമായ തന്ത്രമാണ് എന്നുള്ളത് Agriculture in മനസ്സിലാക്കുക. India ഒരു has a ഏരിയയിൽ long നിന്ന് തന്നെ history. കൂടുതൽ ഞാൻ പറഞ്ഞ് It നിങ്ങളെ dates back to ബോറടിപ്പിക്കുന്നില്ല several എന്നുള്ളതാണ്. centuries. ഹോർട്ടിക്കൾച്ചർ Indian ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് ഹോർട്ടിക്കൾച്ചർ ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് മെറ്റീരിയൽസ് നമുക്കിവിടെ സൗജന്യമായി ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, സെൽഫ് ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകാം. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ അത് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥയുള്ളൂ. യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ പ്രൗഡ്ലി പ്രസന്റിംഗ്. യെസ്, യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ പ്രസന്റ്. Mushrooms and honey has been a driving force in stimulating a healthy growth trend in Indian agriculture. India is currently producing 257.2 million tons of horticulture produce from an area of 23 million hectares. What is significant is that over the last decade, the area under horticulture grew by about 3.8% per annum, but production rose by 7.6% per annum. The noteworthy feature is that higher growth rate in horticulture was brought about by improvement in productivity of horticulture crops, which increased by about 28% between 2001 and 2 and 2011 and 12. This goes on to show that the special trust given to the sector, especially after the introduction of the horticulture mission for Northeast and Himalayan states, HMNH, and the National Horticulture Mission NHM in the 10th plan has borne positive results. Given the increasing pressure on land, the focus of growth strategy is on raising productivity by supporting high-density plantations, protected cultivation, micro-irrigation, quality planting material, rejuvenation of senile orchards, and thrust on post-harvest management to ensure that farmers do not lose their produce in transit ഒരുപാട് from കാര്യങ്ങൾ farm കണ്ടെത്താം, gate to നമുക്ക് the ഒരുപാട് consumer's കാര്യങ്ങൾ plate. മനസ്സിലാക്കാം. The അങ്ങനെ growth trend of മനസ്സിലാക്കാനുള്ള ഒരു horticulture സെൽഫ് crops ലേണിംഗ് during past 10 ആക്ടിവിറ്റീസിലേക്കാണ് years നമ്മൾ is പോകേണ്ടത്. depicted സെൽഫ് in ലേണിംഗ് figure. എന്നുള്ളത് ഒരു Growth സ്മാർട്ട് in ലേണിംഗ് ആണ്. exports. ആ സ്മാർട്ട് Not only ലേണിംഗ് have വളരെ these സ്മാർട്ടായി impressive നമുക്ക് production പഠിക്കാം figures എന്നുള്ള ആശയമാണ് ensured ഇന്നത്തെ a ഈ steady വീഡിയോയിലൂടെ supply ഞാൻ for the domestic പ്രതിപാദിച്ചത്. market. They പ്രിയപ്പെട്ടവരെ, have also UGC made MOOCs Indian എന്നുള്ള ഈ horticulture പ്രോഗ്രാമിലൂടെ exports നമുക്ക് globally അനുഭവപ്പെടുന്നത് ഒരിക്കൽ competitive. കൂടി ഞാൻ Over the last ആവർത്തിക്കുകയാണ്. decade, നമ്മൾ there has been a പ്രത്യേകിച്ച് ഒന്നുമില്ല. significant നമ്മൾ improvement in ആദ്യമേ export earnings in horticulture. എന്താണോ നിങ്ങൾക്ക് Let us സെർച്ച് see the ചെയ്യേണ്ടത് value അത് of കൃത്യമായി export ഒരിക്കൽ of കൂടി ഞാൻ horticulture റിപ്പീറ്റ് ചെയ്ത് commodity. പറയാം. നമ്മൾ ഗൂഗിളിലേക്ക് പോകുന്നു, The fresh ഗൂഗിളിൽ fruits and സെർച്ച്, vegetables. വേറെ ഒന്നും ചെയ്യുന്നില്ല. The value വളരെ of export സിമ്പിൾ ആയി in 5Gയിലെ 2001 ആദ്യത്തെ and വളരെ 2 സിമ്പിൾ was ആയി 987.61 മാത്രം നമ്മൾ crores and ടൈപ്പ് ചെയ്യുന്നു. 3,944.46 crores in 2010 and 11. യുജിസിയുടെ ലിങ്ക് വളരെ ആഴത്തിൽ നമുക്ക് കിട്ടി. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ഡീറ്റെയിൽ ഫുള്ളായി നമുക്ക് ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ആകാനുള്ള ഒരു മിനിറ്റ് ഒരു 30 സെക്കൻഡ് നമ്മൾ കാത്തിരിക്കുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിലെ മാൻ കി ബാത്തിലൂടെ ആദരണീയനായ പ്രൈം മിനിസ്റ്റർ നമ്മോട് സംസാരിക്കുന്നു. ഇവിടെ നമ്മൾ ഒരുപാട് കോർണറുകൾ നമുക്കുണ്ട്. എവിടെ തിരിഞ്ഞാലും നമ്മെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ വേണം നമ്മൾ ഇവിടെ കാര്യങ്ങളിലേക്ക് പോകാൻ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കൃത്യമായി ഇവിടെ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഈ വീഡിയോയിലൂടെ UGC MOOCs എഴുതിയെടുത്തോളൂ. കൃത്യമായി നമ്മൾ സെർച്ച് ചെയ്യുന്നു, എഴുതിയെടുത്തോളൂ. UGC MOOCs എന്നുള്ള ഒരു സ്വയം വെർട്ടിക്കൽ ഓഫ് സ്വയം ചാനലിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നു. ആ മുമ്പിലേക്ക് വരുന്ന പ്രോഗ്രാമുകൾ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, സ്വപൂർത്തീകരണത്തിന് വേണ്ടി നമ്മെ തയ്യാറാക്കുന്ന ആനന്ദകരമായ പഠനോത്സവമാണ് നമുക്കിവിടെ നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആർച്ചീവ് ക്ലാസ്
ക്ലാസ്സുകളുടെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, നമുക്ക് ആവശ്യമുള്ളത് എന്ന് തോന്നാൻ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇടത് ഭാഗത്തോ വലതു ഭാഗത്തോ നിങ്ങളുടെ നോട്ടിൽ നിങ്ങളുടെ സബ്ജക്റ്റ് കോഡുകൾ നിങ്ങൾ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ പി ജിയിലാണ് പഠിക്കുന്നത് എങ്കിൽ പി ജി കോഴ്സസ് എന്നുള്ളതിൽ 135 പി ജി കോഴ്സുകളും യു ജി കോഴ്സിലെ 243 യു ജി കോഴ്സുകളുമുണ്ട്. നിങ്ങൾ സപ്പോസ് ഇപ്പോൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഒരു യു ജി സ്റ്റുഡൻ്റ് ആണ് എന്നിരിക്കട്ടെ. ആ യു ജി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള താങ്കൾക്ക് ഇപ്പോൾ ലഭിക്കാനുള്ള നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു ബി എസ് സി സ്റ്റുഡൻ്റ് ആണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമനിറ്റേറിയൻ ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ജിയോഗ്രഫി ടൂറിസത്തെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നിരിക്കട്ടെ. നമുക്ക് ടൂറിസത്തെ പറ്റി ഇവിടെ പോകാം. ടൂറിസത്തിലെ ജിയോഗ്രഫി ഓഫ് ടൂറിസം എന്നുള്ള മേഖലയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. 40 ആർട്ടിക്കിൾ അവിടെ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ജിയോഗ്രഫിയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ടൂറിസമാണ് പഠിക്കുന്നത്, നിങ്ങളുടെ ഏരിയ സെർച്ച് ചെയ്യാം. ആദ്യമേ ഇത് കൃത്യമായി ഒരു റൂട്ട് മാപ്പ് പോലെ എഴുതി വച്ചില്ലെങ്കിൽ നിങ്ങളുടെ സമയം കുറേ നഷ്ടപ്പെടും. നിങ്ങൾ സെക്യൂർ ആയിട്ടാണ് ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ജിയോഗ്രഫി ഓഫ് ടൂറിസത്തിലെ നമുക്ക് ഇൻട്രൊഡക്ഷൻ വേണോ? ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് വേണ്ടത് ടൂറിസം ഇൻ ഗൾഫ് കൺട്രീസിൽ അതിനെപ്പറ്റിയാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് എന്ന് സപ്പോസ് കരുതുക. ടൂറിസം ഇൻ ഗൾഫ് കൺട്രീസിലേക്ക് നമ്മൾ എത്തുന്നു. ടൂറിസം ഇൻ ഗൾഫ് കൺട്രീസുമായി ബന്ധപ്പെട്ട് സെൽഫ് ലേണിംഗ് ഈ ടെക്സ്റ്റുകൾ, ഇലക്ട്രോണിക് ടെക്സ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാണ്. അയ്യോ, ഈ ടെക്സ്റ്റൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. മൊബൈലിലാണെങ്കിലും എങ്ങനെയും ഇവിടെ ഒന്ന് പോയി ക്ലിക്ക് ചെയ്താൽ, ഞാൻ ക്ലിക്ക് ചെയ്തു, ഈ പറഞ്ഞ സമയത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലെ പ്രസൻറ്റേഷൻസിനെ പറ്റിയുള്ള ഒരുപാട് ഡീറ്റെയിലുകൾ നമുക്ക് വരുന്നു. ഏതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. യു ജി സി വർക്ക്ഷോപ്പ് ഓൺ അഡോപ്ഷൻസ് ഓൺ പ്രൊമോഷൻസ്, അല്ലെങ്കിൽ ഈ പാഠശാലയിലെ യു ജി സി റെഗുലേഷൻസ്, മൂക്ക് ഗൈഡ് ലൈനെ പറ്റിയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡൗൺലോഡ് ചെയ്യാനുള്ളത് അത് കൃത്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള ഈ ഒരു മേഖലയിലെ ടൂറിസം ഓഫ് ഗൾഫ് കൺട്രീസ് പാർട്ട് 1 നമുക്ക് ക്ലാസ്സുകളാണ് വേണ്ടത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എങ്കിൽ നമുക്ക് അവിടെ നേരെ പോയി നമുക്കൊന്ന് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിഭവങ്ങളെ നമുക്ക് കണ്ടെത്താം. വളരെ ആഴത്തിലും വളരെ കൃത്യമായും നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ജിയോഗ്രഫി ആൻഡ് ടൂറിസം എന്നുള്ള മേഖലയിൽ നമ്മൾ പോകുമ്പോൾ ഇവിടെ സെൽഫ് ലേണിംഗ് എന്നുള്ള ഒരു വീഡിയോ ഗ്രാഫിക് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നു. നമുക്ക് കുറച്ച് ടൂറിസത്തെ പറ്റി മിനിറ്റ് സംസാരിക്കാം. We'll discuss about the introduction to geography of tourism. In this session, we are going to discuss mainly on 5 important points, namely introduction to geography, importance and usefulness of geography, the elements and themes of geography, world climate and continents. Let us first look into the meaning of geography. There are many definitions and theories to understand the term geography of tourism. The content of tourism മെറ്റീരിയൽസും തന്നെ നമുക്കത് ഇനി അടുത്ത വീഡിയോസിൽ ഇഷ്ടം പോലെ നമുക്ക് എന്താണോ അതിൽ ലഭ്യമാകുന്നത് അത് കൃത്യമായ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ വളരെ ആഴത്തിലും പരപ്പിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു ചെറിയ ഒരു ഡൗൺലോഡ് ഇവിടെ നേരെ നമുക്ക് ഇവിടെ പോയി നമുക്ക് URL കോപ്പി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്ത് നമുക്ക് മറ്റൊരു രൂപത്തിൽ പോയി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പെൻഡ്രൈവിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ ഉള്ള മനോഹരമായ ഒരു പഠന രീതിയാണ് UGC. അതുപോലെ തന്നെ മൂക്സിന്റെ ഫുൾ ഫോം താങ്കൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്, അതാണ് മൂക്സ് എന്നുള്ളത് പ്രതിപാദിക്കുന്നത്. അത് സ്വയം നിങ്ങൾ ഒരു അധ്യാപകനായി സ്വയം ഇതിൻ്റെ അകത്തേക്ക് കയറാം. UG പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ UG വിദ്യാർത്ഥി, PG പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ PG വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് താങ്കൾക്ക് തന്നെ ഇവിടെ കോൺട്രിബ്യൂഷൻ ചെയ്യാവുന്നതാണ്. വർക്ക്ഷോപ്പിൽ താങ്കൾക്ക് പങ്കെടുക്കാം. സ്വയം കോർഡിനേറ്റേഴ്സ് ആരാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരുപാട് ഇതെല്ലാം UGCയുടെ നേതൃത്വത്തിൽ ഇന്ന് യൂണി സിലബസ് ആണ് ഇന്ത്യ മുഴുവനും നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കോഴ്സുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ പഠന പ്രവർത്തനം വളരെ ആഴത്തിലും പരപ്പിലും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് അടുത്ത വീഡിയോയിൽ രസകരമായ മറ്റൊരു പാഠശാലയെ, വ്യത്യസ്തമായ പാഠശാലകളാണ് നമ്മളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ, വളരെ സ്മാർട്ടായി നമുക്ക് പഠിക്കാം. ലെറ്റ് us join with UGC. UGCയുടെ അർത്ഥത്തിൽ UGC നൽകുന്ന മൂക്സിന്റെ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല. അവിടെ യൂണിവേഴ്സിറ്റികളുടെ തലവൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ദ കിങ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇഗ്നോ ആണ് അതിൻ്റെ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. താങ്കൾക്ക് ഇനിയും വിശ്വാസം വന്നിട്ടില്ലേ? UGCയേക്കാൾ മുകളിലാണ് പാർട്ട്ണർ ആയിട്ടുള്ള നമ്മുടെ ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക. ഇവിടെ വളരെ മനോഹരമായി സ്മാർട്ടായി പഠിക്കാൻ, 5th ജനറേഷൻ പഠനം നമുക്ക് നടത്താൻ UGC ലേണിംഗ് ഐഡിയാസ് എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് കടന്നു പോവുകയാണ്. Let us join with the UGC learning ideas. Let us join with the UGC learning ideas. Let us join with the UGC learning ideas. എന്തിനാണ് ഇത് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞത്? താങ്കളുടെയും എൻ്റെയും മനസ്സിൽ നന്നായി ഉറയ്ക്കാൻ. So let us say, let us join with the UGC learning ideas. സ്മാർട്ടായി നമുക്ക് പഠിക്കാം. മൂക്സിലൂടെ, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സിലൂടെ, സ്വയം കോഴ്സിലൂടെ, ഈ ലേണിങ്ങിലൂടെ 5ാമത്തെ ജനറേഷൻ ആയിട്ടുള്ള നമുക്ക്, ഞാൻ അടക്കം ഈ ജനറേഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 5th ജനറേഷൻ ആയിട്ടുള്ള നമുക്ക് സിമ്പിളായി സെർച്ച് ചെയ്ത്, നന്നായി സെലക്ട് ചെയ്ത്, ഷുവർ ആയിട്ടുള്ള, അഷ്വർ ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി നമ്മളുടെ ജീവിതം ഏറ്റവും മനോഹരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹപുരസ്സരം ഈ വീഡിയോ താങ്കളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി പുസ്തകം കിട്ടിയില്ല എന്നുള്ള പരാതികൾക്ക് നമ്മൾ വിട നൽകുകയാണ്. പുസ്തകത്തിൻ്റെ ഒരു മായാ പ്രപഞ്ചം തന്നെ നമുക്ക് ഇഗ്നോയും UGCയും മറ്റ് ഒരുപാട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്ക് നൽകുന്നു. അത്തരത്തിലുള്ള മഹത്തായ സംഗതികൾ വളരെ ആഴത്തിൽ കാണുകയും കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ഡൗൺലോഡ് ചെയ്യുകയും സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള ഈ പഠന രീതി നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. വീണ്ടും ഓർക്കുക, വീണ്ടും ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നു, മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ MNotes എന്നുള്ള എഡ്യൂക്കേഷണൽ ചാനൽ ഇന്ന് ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഒരുപാട് സ്വീകാര്യത നേടിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങളിലേക്ക് നേരെ ആഴത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തുടർന്നും ലഭിക്കാൻ വേണ്ടി താങ്കൾ MNotesലെ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആൾ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആയിരക്കണക്കിലുള്ള താങ്കളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും താങ്കളുടെ സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ വിലയേറിയ സപ്പോർട്ട് ഈ പൊതുജന സമക്ഷത്തിങ്കലിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. നല്ല ഒരു ഭാരതം കെട്ടിപ്പടുക്കാൻ താങ്കൾക്കും എനിക്കും ഈ ലോകത്തിനും കഴിയുമാറാകട്ടെ എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഈ സ്നേഹപുരസ്സരം ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.